ഈ മണവത്തച്ഛന്റെ ഒരു കാര്യം, ഇടയ്ക്കിടെ ചില സത്യങ്ങൾ പറയും. ഇത് പള്ളിയിലെ കുഞ്ഞാടുകളോട് പറഞ്ഞ് തെറ്റിദ്ധരുത്തി മാതൃസഭയോട് ചേർന്ന് നിൽക്കാൻ ഉപദേശിക്കച്ച. അതുപോലെ ശ്രേഷ്ഠഭാവിയോടും മെത്രാന്മാരോടും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അച്ഛൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ചേരികളും കക്ഷികളും രൂപപ്പെട്ട് പള്ളിയും സഭയും സാത്താന്റെ പൂങ്കാവനമാകുന്നത് എങ്ങനെയെന്ന തലക്കെട്ടിലാണ് അച്ഛന്റെ കുറിപ്പ്. ഒരു വലിയ കത്തീഡ്രൽ പണിയുമ്പോൾ കല്ല് ചെത്തുന്ന തൊഴിലാളിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരാൾ പറഞ്ഞു, ഞാൻ കല്ല് ചെത്തുകയാണ്. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഉപജീവനത്തിനായി ജോലി ചെയ്യുകയാണ്. മൂന്നാമൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു ദേവാലയം പണിയുകയാണ്. മൂവരും ഒരേ ജോലി തന്നെയായിരുന്നു ചെയ്യുന്നത്. എന്നാൽ അവരുടെ മനോഭാവം വ്യത്യസ്തമായിരുന്നു. അതാണ് എല്ലാ വ്യത്യാസത്തിന്റെയും കാരണം. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാകുന്നു. വീണ്ടും അവിടുന്ന് ഓർമ്മിപ്പിച്ചു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഈ വചനങ്ങൾ പുരോഹിതർക്കും ട്രസ്റ്റിമാർക്കും സഭാ ഭാരവാഹികൾക്കും മാത്രമല്ല, ഓരോ വിശ്വാസിക്കും ഒരു ദിശാബോധമാണ്. പള്ളിയും സഭയും നമ്മുടെ സ്വന്തമല്ല, അവ ദൈവത്തിൻ്റെതാണ്. നാം അതിന്റെ ഉടമസ്ഥരല്ല, ശുശ്രൂഷകരാണ്. കെട്ടിടം പണിയുന്ന കൽപ്പണിക്കാരനെ പോലെ ദൈവരാജ്യ നിർമ്മാണത്തിൽ ചെറിയൊരു പങ്ക് വഹിക്കുന്നവരാണ്. എന്നാൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒരു സൂക്ഷ്മമായ ചിന്തയിൽ നിന്നാണ്. ഇത് എന്റെ നേതൃത്വത്തിൽ നടക്കുന്നു, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് വിജയിച്ചത്, എന്റെ അഭിപ്രായമാണ് അവസാന വാക്ക്. ഇത്തരം ചിന്തകൾ സേവനത്തെ അധികാരമാക്കി മാറ്റുന്നു, ശുശ്രൂഷയെ സ്വന്തമാക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ വേല മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ വേദിയാക്കുന്നത്. അതേസമയം ആരാധനയിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും ആശുപത്രി വിദ്യാഭ്യാസ ശുശ്രൂഷകളിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും ഇതിൽ എന്റെ പങ്ക് ചെറുതാണ്, വളർത്തുന്നത് ദൈവമാണ് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അനുഗ്രഹം ഒഴുകുന്നു. വിമർശനങ്ങളും ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ചിലപ്പോൾ അപമാനങ്ങളും ഈ യാത്രയുടെ ഭാഗമാണ്. കുരിശില്ലാതെ ഉയർപ്പില്ല എന്ന സത്യം ക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ബഹുമാനിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും പ്രശംസിക്കപ്പെട്ടാലും കുറ്റപ്പെടുത്തപ്പെട്ടാലും ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. അത്തരം വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ചേരികളും കക്ഷികളും ജനിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ വൈരാഗ്യമായി മാറുന്നു. സഭാകാര്യങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് കോടതിയിലേക്കും സ്നേഹത്തിൽ നിന്ന് പൂക്കാറിലേക്കും നീങ്ങുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ തോട്ടമാക്കേണ്ടിയിരുന്ന ഇടം സാത്താന്റെ പൂങ്കാവനമായി മാറുന്നു. പള്ളിയും സഭയും നിലനിൽക്കുന്നത് കെട്ടിടങ്ങളുടെ ഭംഗി കൊണ്ടല്ല, ഉള്ളിലെ വിനയവും ഐക്യവും കൊണ്ടാണ്. നാം ഉടമസ്ഥരല്ല, പരിപാലകരാണ്. നാം നായകന്മാരല്ല, കൽപ്പണിക്കാരാണ്. ദൈവരാജ്യം പണിയാൻ വിളിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മഹത്വം സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരല്ല. സ്വർഗരാജ്യം പണിയുന്നവർ ഞാനാണ് ചെയ്തത് എന്ന് പറയുകയില്ല. എല്ലാ സഭാ വിഭജനങ്ങളുടെയും പിറകിൽ കുറഞ്ഞപക്ഷം ഒരാളുടെയെങ്കിലും, പലപ്പോഴും രണ്ട് ചേരിയിലുമുള്ള എന്റെ നേതൃത്വത്തിൽ മാത്രം നടക്കണം, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് വിജയിച്ചത്, എന്റെ അഭിപ്രായമാണ് അവസാന വാക്ക്, എനിക്ക് വിജയിപ്പിക്കാൻ പറ്റൂ എന്ന അഹങ്കാരബോധം പ്രവർത്തിച്ചിരുന്നതായി കാണാം. അതായിരിക്കും ആ സഭയെ സാത്താന്റെ പൂങ്കാവനമാക്കിയതിന്റെ അടിസ്ഥാനം. പലരുടെയും കണ്ണുനീരും ശാപവും രക്തവും അവിടെ വീഴപ്പെടും. ഇതാണ് മണവത്തച്ഛന്റെ കുറിപ്പ്. അച്ഛൻ എഴുതിയത് സത്യമല്ലേ? ഈ അച്ഛന്റെ ഒരു കാര്യം, അച്ഛൻ ഇത് 100% ശരിയാണ്. അച്ഛൻ നിർബന്ധമായും ഇത് കുഞ്ഞാടുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മാത്രമല്ല മെത്രാന്മാരെയും ബോധ്യപ്പെടുത്തി അവരുടെ കണ്ണ് തുറപ്പിക്കണം.